സോ വാട്സാപ്പ് ഫാമിലി, ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടത്, പക്ഷെ എനിക്കൊണ്ട് സമയം കുറവായതുകൊണ്ട് അത് ഷോർട്സ് ആയിട്ടാണ് പോയത്. അത് ഫസ്റ്റ് വ്ളോഗായിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടെ സമയം കൂട്ടിയെടുക്കാൻ നോക്കുവാണ്, കാരണം ദിസ് ഈസ് മൈ സെക്കൻഡ് വ്ളോഗ്. അപ്പോൾ ഇത് കുറച്ച് കൂട്ടിയെടുത്ത് കഴിയുമ്പോൾ അത് വ്ളോഗായിട്ട് വീഴുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്കൊക്കെ പോവാം. ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ജർമ്മനിയിൽ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ടുഡേ ഈസ് എ ലേസി സൺഡേ. സോ ലേസി സൺഡേ ആണെങ്കിൽ പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സെമ്മിൻ്റെത്. അപ്പോൾ ആ സെമ്മിൻ്റെ പരീക്ഷ 24th ലാസ്റ്റ് പരീക്ഷ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഉണ്ട്, അതിനുവേണ്ടി പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനു മുന്നേ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ജർമ്മനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഈ പുട്ടും കടലയും ഇടിയപ്പവും മുട്ടക്കറിയും ഒന്നും രാവിലെ ഒന്നും കഴിക്കാൻ അത് ഭയങ്കര പാടാണ്. കാരണം രാവിലെ എണീച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ സമയവുമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് മെയിൻലി ജർമ്മനിയിലെ നമ്മുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഈ ബ്രെഡ് മുട്ടയൊക്കെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര എന്താ പറയുക, ബിസിയാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ രാത്രി വൈകിയൊക്കെ ആയിരിക്കും ആൾക്കാർ വരുന്നതും, പിന്നെ രാവിലെ എണീച്ച് വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ച് എല്ലാവരും യൂസ്ഡായി. ഇപ്പം ഞാൻ പോലും ഫസ്റ്റ് ടൈം ജർമ്മനി വരുന്ന സമയത്ത് രാവിലെ എണീച്ച് ഞാനൊക്കെ ആദ്യം ഉണ്ടാക്കിയത് പുട്ടും പഴവുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുട്ടും പഴമൊക്കെ ഉണ്ടാക്കി നിൽക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി നിൽക്കാൻ ഒട്ടും സമയമില്ല. കാരണം എണീക്കുമ്പോൾ തന്നെ അടുത്ത് ക്ലാസ് തുടങ്ങുവാണ്. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ പാർട്ട് ടൈം ജോലിക്ക് പോകണം. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും നിൽക്കാനും ഒന്നും സമയമില്ലാത്ത ഒരു രീതിയിൽ. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അറിയാം, നമ്മൾ അവിടെയാണെങ്കിലും കെറ്റിലിൽ നൂഡിൽസൊക്കെ ഉണ്ടാക്കി ആൾക്കാർ തിന്നാറ്. അങ്ങനെ ഉള്ള രീതി നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ ബെറ്ററാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പാത്രം ഒന്നും നമ്മളതല്ല, അത് ഇവിടെ ഞാനിവിടെ ഹോസ്റ്റലിലെ പിള്ളേരതാണ്, അവർ കഴിവാതെ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് വൃത്തിയുടെ കാര്യം ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കഴിക്കുന്ന ഫുഡ് പാത്രത്തിലെല്ലാം കഴുകി വെച്ച് വൃത്തിയൊക്കെ ആക്കി വെച്ചിട്ടാണ് പോകാറുള്ളത്. ഇവിടെ ഉള്ളവർ ഇട്ടിട്ട് പോയി. ഇത് ജർമ്മൻസിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയുള്ളൂ. ജർമ്മൻസിൻ്റെ ഒരു മെയിൻ പ്രത്യേക കാര്യമാണ് ഇവർ കഴിച്ച സാധനമൊക്കെ ഇവർ സിങ്കി ഇട്ടിട്ട് പോയിട്ട് പിന്നെ രാത്രി അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും തോന്നുമ്പോഴേ അവർ കഴുകി വയ്ക്കാറുള്ളൂ. അത് ജസ്റ്റ് ഇവിടുത്തെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഫ്രിഡ്ജിൽ യവൻ മെയിൻ ഐറ്റമാണ്. നമ്മളിതിവിടെ ഇതിനെ വുർസ്റ്റ് എന്ന് പറയും. ഇതിപ്പോൾ ബിയർ വുസ്റ്റ് എന്നാണ് ഇതിനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നീർ ഇറച്ചി അവർ കഴിക്കാൻ വേണ്ടി ചെയ്ത് വച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഈ ഇറച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ പലതരത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി തിന്നുന്നത്. പക്ഷേ ഇവിടെ ഉള്ളവർ ഈ സാധനം പച്ചയ്ക്കാണ് തിന്നുന്നത്. പച്ചയ്ക്ക് എനിക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ സംഭവം എനിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ ചേരയിൽ തന്നെയാണ് നാട്ടിൽ ചെന്ന് നടുക്കെണ്ണം തിന്നണമെന്ന് പറയും പോലെ ഇവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ അതുമായിട്ട് പതുക്കെ യൂസ്ഡായി. ഇതിനൊക്കെ ഇവിടെ വളരെ വില കുറഞ്ഞൊരു സാധനമാണ് ഈ വുസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വളരെ വില കുറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സാധനങ്ങൾ വാങ്ങിച്ച് എപ്പോഴെപ്പോഴും തിന്നാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള രീതിയോ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ള സാധനങ്ങൾ നമുക്ക് മേടിച്ച് നമ്മൾ വച്ചേക്കുവാണെങ്കിൽ നമുക്ക് അതുമായിട്ട് യൂസ്ഡായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പട്ടിപ്പണിയൊക്കെ എടുത്ത് പൈസ ഉണ്ടാക്കി അവർ നല്ല രീതിക്ക് ജീവിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള സാഹചര്യം നമുക്കില്ല. കാരണം ഞാനിപ്പോൾ ബാച്ചിലേഴ്സാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്.
അപ്പോൾ ആ സമയത്ത് നമുക്ക് പണിക്ക് പോകുന്ന നമുക്ക് അങ്ങനെ എപ്പോഴും പണിക്ക് പോയി അങ്ങനെ നിൽക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന പൈസ എത്രയോ, അപ്പോൾ എത്ര പൈസ കിട്ടിയാലും നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നമുക്ക് പൈസ തികയാതെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഉള്ള പൈസയ്ക്ക് നമുക്ക് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ അത് ജീവിക്കുക. അപ്പോൾ ഇതൊരു സംഭവമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഞാനൊരു ചായയും കൂടെ ഉണ്ടാക്കും. ഇതും ഈ വുർസ്റ്റും ചായയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഫാമിലി, നമുക്കൊരു ചായയും കൂടെ കുടിക്കാം. ഇവിടെ ചായ ഉണ്ടാക്കാൻ ഞാൻ ഒരു കോഫി മെഷീനൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ചായ കുടിക്കണേന് എനിക്കിഷ്ടം. ഇത് കണ്ടോ, ഞാൻ അതിന് വേണ്ടി ഒരു ചായ ഗ്ലാസ്സൊക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടത് കോഫി പൗഡറാണ്. ഇവിടെ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി ആയിട്ട് ഇതേപോലെ പൗഡർ ഇട്ട് കോഫി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ പാൽ ഇതിലോട്ട് ഒഴിച്ചാൽ മതി, അപ്പോൾ നമുക്ക് കോഫി ആയിട്ട് കിട്ടും. ഞാൻ പഞ്ചസാര ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, കാരണം കുറച്ച് ഓവർ വെയിറ്റാണ്. അപ്പോൾ ഷുഗറൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇതേപോലത്തെ കോഫിയൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മളൊരു ചായക്കടയിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒരു ഫീൽ സത്യം പറയുന്നത് വേറെയാണ്. നമുക്ക് വേറെ ഒരു രാജ്യത്ത് വന്ന് നിൽക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഇവിടെ ഒരു ബാച്ചിലർ സ്റ്റുഡൻ്റാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാമെന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ ഈ ഒരു സെക്ഷൻ എടുത്തതാണ്. ഫോക്കസ് ഔട്ടാവുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു വ്ളോഗ് എന്നുള്ളത് 2020 തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു. ഒരു വ്ളോഗ് എടുക്കണം, അല്ലെങ്കിൽ വ്ളോഗിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയത്താണ് കൊറോണ അങ്ങ് ഉച്ചിയിലെത്തിയത്. ആ സമയത്താണ്. അപ്പോൾ മാത്രമല്ല, ഞാൻ ജർമ്മനിയിലോട്ട് വരുന്നതും 2020 മാർച്ച് സമയത്താണ്. കാരണം എൻ്റെ ഫ്ലൈറ്റായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് അവസാനത്തെ ഫ്ലൈറ്റ് ജർമ്മനിയിലോട്ട്, കോവിഡിന് ലോക്ക്ഡൗൺ ആവുന്നതിന് മുന്നേ. അതിനുശേഷം ഒരു ഫ്ലൈറ്റും കൂടെ വന്നുകൊണ്ട് അതിനുശേഷം ഫുൾ അടച്ചുപൂട്ടി, ലോകം മൊത്തം ലോക്ക്ഡൗണിലോട്ട് പോയി. നല്ല കഷ്ടപ്പാടായിരുന്നു. ആ കഷ്ടപ്പാടൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഇപ്പം 5 വർഷമായി. 5 വർഷം പോയതുപോലും അറിഞ്ഞില്ല. 5 വർഷം. പിന്നെ മാത്രമല്ല, ഞാൻ ചില സമയം എനിക്കാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര പെർഫെക്റ്റായിട്ട്, അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു രീതിയൊക്കെ ഉണ്ട്. കാരണം എൻ്റെ കുടുംബത്തിൽ അങ്ങനെയാണ് എൻ്റെ പപ്പേനെ പഠിപ്പിച്ചിരിക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും ഒരു പെർഫെക്ഷനിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാവൂ എന്നുള്ള രീതിയിൽ. അത് പപ്പ പഠിപ്പിച്ചത് നല്ലൊരു കാര്യമാണ്. അത് പപ്പയുടെ ആ സമയത്തുള്ള ലോകവീക്ഷണം, പപ്പയുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ പിന്നെ എനിക്ക് ലോകം പോകെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെർഫെക്ഷനായിട്ടൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റാതെ പോലും പോകുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ പോയി ഇതാണ് പറ്റിയത്. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് ഇവിടെ വോൾട്ട് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. അതിൽ ഈ ഡെലിവറി ജോബാണ്. ഈ ഡെലിവറി ജോബിൽ നമുക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാനും എടുക്കാനും ഫുഡൊക്കെ ഈ ആൾക്കാർ കൊണ്ടുപോകണം. സൊമാറ്റോ, സ്വിഗ്ഗി അത് തന്നെ. അത് നമ്മൾ ഇവിടെ സൈക്കിളിൽ ചെയ്യണം. അത് നമുക്ക് കാറിലും ബൈക്കിലും ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബൈക്ക് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. ആദ്യം €1 എന്ന് പറയുന്നത് ഇപ്പോഴും 100-101 രൂപയാണ് €1 എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് 83-84 ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അത് കമ്പയർ ചെയ്യണം. നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഭയങ്കര പൈസ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഇവിടെ കൂടുതലോ സ്വന്തമാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമുക്ക് നാട്ടിൽ ഒരു മിൽമ പാലിന് 25 ഇപ്പോൾ എത്രയാണെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും കയറി എന്നെ കളിയാക്കരുത്, അല്ലെങ്കിൽ ഒന്നും പറയരുത്. കാരണം എനിക്ക് അറിഞ്ഞാത്തോണ്ടാണ്. ഇപ്പം എനിക്കൊണ്ട് മിൽമ പാലിന് ഒരു 25-30 രൂപ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇവിടെ 1 ലിറ്റർ പാലിന് നമുക്ക്
€1 വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിങ്ങൾ 30 രൂപയ്ക്ക് 1/2 ലിറ്റർ പാല് വാങ്ങിക്കുമ്പോൾ നമ്മൾ 1 ലിറ്റർ പാല് 100 രൂപയ്ക്കാണ് ഇവിടെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കറൻസിക്ക് ഫ്ലക്ച്വേഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പൈസ നമുക്ക് ഇവിടെ കിട്ടിയാലും നമ്മൾ സേവ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ ഈ നാട്ടിലായാലും ഇവിടെ ആയാലും. സോ അത് ഞാൻ എല്ലാവരുടെ അടുത്തും എൻ്റെ ചോദിക്കുന്ന എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിലോട്ടല്ലല്ലോ പറഞ്ഞു വന്നത്, ഞാൻ എന്തുകൊണ്ട് യൂട്യൂബ് വ്ളോഗിൻ്റെ കാര്യം പറഞ്ഞു വന്നതാണ്. പക്ഷേ ആ ഒരു പെർഫെക്ഷൻ എനിക്ക് ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ ജർമ്മനിയിലോട്ട് വന്നതാണ്. ഒരു കാര്യം അറിഞ്ഞോളൂ, അതെന്ന് വെച്ചാൽ ജർമ്മനി എന്താണ് എന്നുള്ള രീതിയിൽ പോലും അറിയാതെയാണ് ഞാൻ പഠിക്കാൻ വരാം. ഇപ്പോഴത്തെ ബാച്ചിലർ അല്ലെങ്കിൽ +2 നേരെ വരുന്ന കുട്ടികൾക്കെല്ലാം ഉള്ളതുപോലത്തെ ഒരു ഇതിൽ തന്നെയാണ് ഞാനും വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് എന്തുമാത്രം സ്ട്രഗിളിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം ഇൻഡിവിജ്വലാലിറ്റി ഉണ്ട് നമുക്ക് ചെയ്യാനെന്നുള്ള രീതിയിലാണ് പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് വന്നു, ഇവിടെ നിന്നു, അവരും സ്ട്രഗിൾ ചെയ്തു, ഞാനും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രഗിളിങ്ങിൻ്റെ ഒരു ഇതൊക്കെ ഒരു റിസൾട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് തന്നെയാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നതും സ്ട്രഗിൾ ചെയ്ത് പോകുന്നതും എല്ലാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ഈ വ്ളോഗ് തുടങ്ങാൻ കാരണം തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ എത്രയൊക്കെ പെർഫെക്ഷൻ ആയാലും നത്തിങ് ഈസ് പെർഫെക്റ്റ്. എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ റോ ആയിട്ട് നമ്മളെ എല്ലാ മനുഷ്യരും ഒരു മുഖംമൂടി ഇടാതെ നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. സോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ തോന്നുന്നു ഞാൻ എപ്പോഴും ഒരു റോ ആയിട്ട് നിന്നാൽ മാത്രമേ, ഞാൻ എന്താണെന്ന് ഞാൻ കാണിച്ചാലേ നിങ്ങൾക്ക് എന്തായാലും എന്നെ ഇഷ്ടപ്പെടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ ഇഷ്ടപ്പെട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ റോ ആയിട്ട് തന്നെ അങ്ങ് തുടങ്ങാം, വലിയ എക്സിക്യൂഷൻ ഒന്നും വേണ്ട. പിന്നെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഭയങ്കര ഇൻസ്പിറേഷനാണ്. അവർ ഇത് തുടങ്ങാൻ വേണ്ടി ചെയ്യ് എന്നുള്ള രീതിയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഞാൻ തുടങ്ങിയതാണ്. കാരണം അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പെർഫെക്റ്റോടെ കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ തുടങ്ങുക, ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക. ഇത് തന്നെയാണ് നമ്മൾ എല്ലാത്തിലും. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആവുക. കൺസിസ്റ്റൻ്റ് ആവണമെന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആകണമെന്നുണ്ട്, കാര്യങ്ങൾ ഇടണമെന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. എനിക്കറിയാം ഇതിപ്പോൾ 2ാമത്തെ വ്ളോഗാണ്. 2ാമത്തെ വ്ളോഗിൽ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇനി അങ്ങോട്ട് പോകെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. എങ്കിൽ അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ, അതാണ് എല്ലാവരും ഇൻസ്പിറേഷൻ. നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ഇൻസ്പയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് അങ്ങോട്ട് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവും. നമുക്ക് അങ്ങോട്ടൊരു കാര്യം ഇങ്ങോട്ടൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാല വിട്ട് നമുക്ക് നമ്മളെ ജീവിതം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. സോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും, ഞാൻ തുടങ്ങുന്ന എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബമാണ്. എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ്. എനിക്ക് ആരോടും ഒരു വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും എനിക്ക് വയ്ക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. എനിക്ക് കാര്യങ്ങൾ എങ്ങനെ പോയാലും, കാരണം ഞാൻ ആദ്യം കാണുന്ന ഒരാളെ ഞാൻ ഒരിക്കലും ജഡ്ജ് ചെയ്യാറില്ല. അവരോട് സംസാരിച്ച് കാര്യങ്ങൾ നടത്തിയിട്ട് ഞാൻ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ പറയുള്ളൂ. അതുപോലും ഞാൻ ആരെ അകറ്റി നിർത്താറില്ല. പിന്നെ സാഹചര്യങ്ങളും പിന്നെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് അകന്നു പോവാറുണ്ട്. അത് ഒരു പക്ഷേ ഈ അകന്നു പോകുന്നതിൽ ഞാൻ എപ്പോഴും എൻ്റെ സ്വഭാവമാണ് പ്രശ്നമെന്നും പറഞ്ഞാൽ ഞാൻ 3/4 ഭാഗവും ഞാൻ എപ്പോഴും അത് സമാധാനിച്ച് വിടുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള സപ്പോർട്ടിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. ഇനി പ്രത്യേകിച്ച് ഇന്നത്തേക്ക് ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇനി പോകെ വീഡിയോസ് നല്ല എൻ്റർടൈനിങ് ആക്കാനും നോക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.